Hi everyone. അപ്പോൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The communication system that uses higher carrier frequencies around 100 terahertz in the IR region of visible spectrum is called as the optical communication. Communication system that uses higher carrier frequencies in the near IR region of visible spectrum or called as the optical communication system. ഒരു ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഇവിടെ ബോർഡിൽ വരച്ചിട്ടുള്ളത്. സാധാരണ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ ഇവിടെ ചാനലിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ചാനലിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇനീഷ്യലി നമുക്കൊരു ഇൻഫർമേഷൻ സോഴ്സ് ഉണ്ടാവണം. എന്താണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത്, അത് വോയിസ് ആണോ, ടെക്സ്റ്റ് ആണോ, വീഡിയോ ആണോ, ഇമേജ് ആണോ, എന്താണെങ്കിലും അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റണം. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്റർ. ഇലക്ട്രിക്കൽ ട്രാൻസ്മിറ്ററിനകത്ത് ഇതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുകയും വേണം. ദെൻ മോഡുലേഷൻ ചെയ്യണം. മോഡുലേഷൻ ചെയ്തതിന് ശേഷം ഉള്ള ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സോഴ്സിലോട്ട് കൊടുത്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ഒരു മൈക്കിലൂടെ ഹായ് എന്ന് പറയുമ്പോൾ ഹായ് എന്നുള്ളതാണ് ഇൻഫർമേഷൻ സോഴ്സ്, ആ വോയിസ്. അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നു. ദെൻ അതിനെ മോഡുലേഷൻ ചെയ്യുന്നു. ആ ഹായ് എന്ന് പറയുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഒപ്റ്റിക്കൽ സോഴ്സിലൂടെ കടത്തിവിടുമ്പോൾ അത് ലൈറ്റ് സിഗ്നലായി വരണം. ആ ലൈറ്റ് സിഗ്നലിനെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ OFC കേബിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ദെൻ റിസീവർ എൻഡിൽ ഈ വരുന്ന ലൈറ്റ് സിഗ്നലിനെ റിസീവ് ചെയ്യാൻ വേണ്ടി ഒരു ഒപ്റ്റിക്കൽ ഡിറ്റക്ടർ ഉണ്ടാവും. അപ്പൊ ലൈറ്റ് സിഗ്നലിനെ റിസീവ് ചെയ്യണം. ദെൻ ലൈറ്റ് സിഗ്നലിനെ അത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി അതുപോലെ ഡിമോഡുലേഷൻ ഒക്കെ ചെയ്യണം. അതിനാണ് ഇലക്ട്രിക്കൽ റിസീവർ യൂസ് ചെയ്യുന്നത്. ദെൻ ഡെസ്റ്റിനേഷനിലോട്ട് കൊടുക്കണം. ഡെസ്റ്റിനേഷൻ ഒരുപക്ഷെ സ്പീക്കർ ആയിരിക്കാം, ഡിസ്പ്ലേ ആയിരിക്കാം, സ്ക്രീൻ ആയിരിക്കാം. അപ്പോൾ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇതാണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇനി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിലോട്ടാണ്. അപ്പൊ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്, ആക്ച്വലി അത് എന്താണ്? It is made up of transparent dielectric or plastic or glass. ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡയലക്ട്രിക് മീൻസ് SiO2 സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കുന്ന കേബിളുകളാണ് ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളുണ്ട്. ഈ സ്ട്രക്ചർ കാണുന്നത് പോലെ തന്നെ ഇതിന്റെ സെന്ററിൽ ഒരു കോർ ഉണ്ടാവും. സെന്ററിൽ ഒരു കോർ ഉണ്ടാവും. അതിന്റെ സറൗണ്ടിങ്ങിലായിട്ട്, അതിന് മുകളിലായിട്ട് അടുത്തൊരു ലെയർ ഉണ്ടാവും, ക്ലാഡിംഗ്. ഈ കോറിന്റെ തിക്നെസ് എപ്പോഴും 50 മൈക്രോമീറ്റർ റേഞ്ചിലോട്ടാണ് വരിക, അറൗണ്ട്. അതുപോലെ തന്നെ ക്ലാഡിങ്ങിന്റെ തിക്നെസ് 125 to 200 മൈക്രോമീറ്റർ തിക്നെസ് ആണ് ക്ലാഡിങ്ങിന് വരേണ്ടത്. പിന്നെ നമുക്കറിയുന്നത് പോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ N1 ഉം അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ ക്ലാഡിംഗ് N2 ആണെങ്കിൽ N1ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം എപ്പോഴും ഗ്രേറ്റർ ദാൻ N2. കോറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കണം ക്ലാഡിങ്ങിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കൂടുതലായിട്ട് വരേണ്ടത്. അതെന്തുകൊണ്ടാണ്?
എങ്കിൽ മാത്രമാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ ഒക്കർ ചെയ്യുകയുള്ളൂ. അതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കാം. സപ്പോസ് രണ്ട് മീഡിയംസ് N1 എന്നൊരു മീഡിയം 1 മീഡിയം 2 രണ്ട് മീഡിയം ഉണ്ട്. ഇതില് ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വരുന്നു, ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നു. മീഡിയം 1ൽ നിന്ന് മീഡിയം 2ലോട്ട് ലൈറ്റ് പോകുമ്പോൾ മീഡിയം 1ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1, മീഡിയം 2ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2. ഇവിടെ N1 ലെസ് ദാൻ N2 ആണെങ്കിൽ എന്താണ് സംഭവിക്കുക? ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ കൂടുതലാണ് എങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ഒരു മീഡിയത്തിൽ നിന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ആ ലൈറ്റിന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. എങ്ങോട്ട്? ഇത് നോർമലി ഈ ഡോട്ടഡ് ലൈനിലൂടെയാണ് പോകേണ്ടത്. ബട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇവിടെ കൂടുതലായതുകൊണ്ട് ഈ ലൈന് ഇതിന്റെ നോർമൽ ലൈന് പെർപെൻഡിക്കുലർ ലൈനിലൂടെ ടുവേർഡ്സ് ടു ബെൻഡ് ടുവേർഡ്സ് ടു നോർമൽ ഇങ്ങോട്ടാണ് വരിക. അതേസമയം N1 കൂടുതലും N1ന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് N1 ഈസ് ഗ്രേറ്റർ ദാൻ N2 ആണെങ്കിൽ അത് അവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. അപ്പൊ അത് ഇങ്ങോട്ടാണ് പോവുക. ഓക്കെ, ഇവിടെ ഈ ഒരു ആംഗിൾ ലൈറ്റ് റേയുടെയും അതിന്റെ നോർമലിന്റെയും ഇടയിലെ ഈ ആംഗിളിനെയാണ് ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത്, തീറ്റ ഐ. Then ഈ angle, this angle is called as angle of refraction, theta r. Okay, suppose N1 greater than N2 ആണെന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക? N1 greater than N2 ആണെങ്കിൽ ഈ ലൈറ്റ് ഇങ്ങോട്ടാണ് പാസ് ചെയ്യുക. അപ്പോ ഈ ആംഗിൾ ആയിരിക്കും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, തീറ്റ ആർ. ഇനി സപ്പോസ് ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഈ ലൈറ്റ് ഇതിന്റെ ഈ ഇന്റർസെക്ഷൻ ലൈനിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക. വീണ്ടും ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ആംഗിളിനെ പറയുന്ന പേരാണ് ആംഗിൾ ഓഫ് ക്രിട്ടിക്കൽ ആംഗിൾ. ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ആംഗിളിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ ലൈറ്റിനെ അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞത് റിഫ്രാക്ഷൻ, ഇത് റിഫ്ലക്ഷൻ. അപ്പോൾ മറ്റേ മീഡിയത്തിലേക്ക് കയറാതെ ഏത് മീഡിയത്തിലാണോ അതേ മീഡിയത്തിലേക്ക് റിഫ്ലക്ട് ചെയ്യണം. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ആംഗിളിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ, അതും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയത്തിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ ഒരു മീഡിയത്തിലേക്ക് ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. ഈ ഇന്റേണൽ റിഫ്ലക്ഷനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ വരുന്ന ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യുന്നത് ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ ഒരു മീഡിയമാണ് N1, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ് ക്ലാഡിങ്ങിന് N2. അപ്പൊ ഇവിടെ ഈ വരുന്ന ആംഗിൾ, ഈ ഇൻസിഡന്റ് ആംഗിൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആക്കി വെക്കണം. അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അതുപോലെ തന്നെ ഇവിടെയും
സെയിം ഫിനോമിനൻ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആക്കി വെക്കണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനനിലാണ് ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിന് പുറമെ കോർ ആൻഡ് ക്ലാഡിങ്ങിന് പുറമെ ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിയൂറിത്തീൻ കോട്ടിംഗ് ഉണ്ടാവും അതിന്റെ പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ട്. ഓക്കെ, കാരണം കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും സംഭവിക്കാതിരിക്കാൻ, അതുപോലെ ഡാമേജ് വരാതിരിക്കാനൊക്കെയാണ് ആ ഒരു പോളിയൂറിത്തീൻ കോട്ടിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ടോട്ടൽ ഇന്റേണൽ ഇതിന് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രോപ്പർ പ്രൊപ്പഗേഷൻ ലൈറ്റ് പ്രൊപ്പഗേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് N1 ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കണം. അതുപോലെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം. ഇനിയിപ്പോ ഈ ഒപ്റ്റിക്കൽ ഫൈബറിലോട്ട് ഇതിന്റെ ആ ഒരു എൻ്റർ ചെയ്ത റീജിയണിൽ ഈ ഒരു ആംഗിൾ, ഇതിനെയാണ് ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ആൽഫ, ആക്സെപ്റ്റൻസ് ആംഗിൾ ആൽഫ. അതായത് പരമാവധി നമുക്ക് എത്ര ഈ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാലാണ് പ്രോപ്പറായിട്ട് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നത്, അതിന്റെ ആ ഒരു മാക്സിമം വാല്യൂവിനെയാണ് ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ദിസ് ആംഗിൾ ഇസ് കോൾഡ് ആസ് ആക്സെപ്റ്റൻസ് ആംഗിൾ. അപ്പൊ നമ്മൾ ഇതൊരു ഒപ്റ്റിക്കൽ ഫൈബർ ആയതുകൊണ്ട് അതിന്റെ ഒരു സറൗണ്ടിങ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് പരമാവധി നാല് വശത്തേക്കും നമുക്ക് ലൈറ്റ് മാറി മാറി പിടിക്കാം, ഇൻസിഡന്റ് ചെയ്യിക്കാം. അപ്പൊ അവിടെ നമുക്കൊരു ഇതുപോലുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് അസ്യൂം ചെയ്യാം. ഈ ഒരു കോണിക്കൽ റീജിയൻ, ഈ കോണിക്കൽ റീജിയനിലൂടെ ആയിരിക്കണം കൊടുക്കുമ്പോഴാണ്, അതായത് ആക്സെപ്റ്റൻസ് ആംഗിൾ മാക്സിമം ഇൻസിഡന്റ് ആംഗിൾ ആണല്ലോ ഇവിടെ ഇതിന്റെ എൻ്റർ ചെയ്യുന്ന റീജിയനിൽ. ഈ എല്ലാ ആക്സെപ്റ്റൻസ് ആംഗിളുകളുടെയും ഒരു കോണിക്കൽ റീജിയൻ. ഓക്കെ, അതിന്റെ ഈ ഒരു ഭാഗത്തിന് അതിന്റെ ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ aperture, that is the maximum capability of entering the light into optical fiber. Acceptance angle, what is acceptance angle? അതിനെ തീറ്റ മാക്സ് എന്ന് പറയാറുണ്ട്. ദാറ്റ് ഈസ് അത് തന്നെയാണ് ഞാൻ ഇവിടെ ആൽഫ എന്ന് എൻ്റർ ചെയ്തിട്ടുള്ളത്. തീറ്റ മാക്സ് ഓർ ആൽഫ. It is the maximum angle at which a light ray enters into core. Acceptance angle alpha is the maximum angle at which a light ray enters into core and propagates through it in a zigzag path. അപ്പോൾ എല്ലാ ആക്സെപ്റ്റൻസ് ആംഗിളുകളുടെയും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കോൺ കിട്ടുന്നു. ഈ ഒരു കോണിക്കൽ ഷേപ്പ്, ഇതിനെയാണ് ആക്സെപ്റ്റൻസ് കോൺ എന്ന് പറയുന്നത്. ആക്സെപ്റ്റൻസ് കോൺ എന്ന് പറയുന്നത്. Then numerical aperture. Numerical aperture is the light gathering capability of optical fiber. Light gathering capability of optical fiber is called as the numerical aperture. ഈ ന്യൂമറിക്കൽ അപ്പർച്ചർ നമുക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ന്യൂമറിക്കൽ അപ്പർച്ചർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈ ആംഗിൾ ആൽഫയാണ്, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടാവും, മുകളിലോട്ടും ഒരു ആൽഫ ഉണ്ടാവും. Then numerical aperture NA is equal to sine of alpha.
ഈ ആക്സെപ്റ്റൻസ് ആംഗിളിന്റെ സൈൻ വാല്യൂവിനെയാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൾസോ വി കൻ റെപ്രസെന്റ് ബൈ അനദർ ഫോർമുല in terms of refractive index, that is equal to refractive index of core square minus refractive index of cladding whole root. ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്. ന്യൂമറിക്കൽ അപ്പർച്ചർ is equal to root of n1 square minus n2 square. ഇതാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഇതൊരു ആക്സെപ്റ്റൻസ് ആംഗിൾ, ഇതും ആക്സെപ്റ്റൻസ് ആംഗിൾ. അപ്പൊ ഈ ടോട്ടൽ ഈ കോണിന്റെ ആംഗിൾ 2 ആൽഫയാണ്. 2 ആൽഫ. ഈ 2 ആൽഫയുടെ പറയുന്ന പേരാണ് ഫുൾ ആക്സെപ്റ്റൻസ് കോൺ, ഫുൾ ആക്സെപ്റ്റൻസ് ആംഗിൾ. ഫുൾ ആക്സെപ്റ്റൻസ് ആംഗിൾ, ഫുൾ ആക്സെപ്റ്റൻസ് ആംഗിൾ. അതുപോലെ ഒപ്റ്റിക്കൽ ഫൈബറുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച്. ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചേഞ്ച്, അതിനെ ഡെൽറ്റ എന്ന് സൂചിപ്പിക്കും. എന്താണ് ഈ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ഇഫ് n1 is the refractive index of core, n2 is the refractive index of cladding, then n1 minus n2 by n1 is called as the fractional refractive index. It is the fractional difference between the refractive indices of core and cladding. Fractional refractive index is the fractional difference between refractive index of core and cladding. It is the മറ്റൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ it is the ratio of difference in refractive indices of core and cladding to the refractive index of core. ഒരു ബെറ്റർ പെർഫോമൻസിന് ഈ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ വളരെ കുറവായിരിക്കണം. ഫോർ പ്രോപ്പർ പ്രൊപ്പഗേഷൻ വെരി സ്മോൾ ആയിരിക്കണം. ഡെൽറ്റ ലെസ് ദാൻ 1, വെരി ലെസ് ദാൻ 1. അപ്രോക്സിമേറ്റ്ലി നമ്മൾ 0.01 ആണ് ചൂസ് ചെയ്യാറ് ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ. ഓക്കെ, ഇനി നേരത്തെ പഠിച്ച ന്യൂമറിക്കൽ അപ്പർച്ചർ n1 n2 then ഡെൽറ്റ ഫ്രാക്ഷണൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇവ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. അതുപോലെ തന്നെ പുതിയ ഇക്വേഷൻ ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ ഈസ് ഈക്വൽ ടു n1 into root of 2 delta, where delta is the fractional refractive index change.